ഹലോ ഹായ് എവ്രി വൺ. ഞാൻ ദുബായിലാണ്. കാർ എവിടെ എന്നാരും ചോദിക്കരുത്. ദുബായിൽ എനിക്ക് സ്വന്തമായിട്ട് കാറില്ല. അതുകൊണ്ട് ഞാൻ തൽക്കാലം ഹോട്ടൽ റൂമിൽ ഇരുന്നിട്ടാവും വീഡിയോസ് ചെയ്യുന്നത്. ആൻഡ് ടൈമിങ്ങും ലേശം സീനാവും. കണ്ടൻറ്റുകൾ ഒരു 2-3 ദിവസം ഞാൻ പിടിച്ച് നോക്കി കറക്റ്റ് ചെയ്യാൻ നോക്കും. ബട്ട് സം ടോപ്പിക്സ് കുറച്ചധികം വീഡിയോസ് ലെങ്തി ചെയ്യുന്നതുകൊണ്ട് അതിനും കുറച്ച് സമയമെടുക്കും. ദയവേത് ക്ഷമിക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു ടോപ്പിക്ക് ഞാൻ നാട്ടിലിരിക്കുമ്പോൾ തന്നെ ചെയ്യണമെന്ന് വിചാരിച്ചാണ്. നമ്മുടെ ഫിറോസ് ചുട്ടിപ്പാറ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ പരിപാടി നിർത്താൻ പോവുകയാണെന്നാണ് ഞാൻ കേട്ടത്. മൂപ്പര് ലൈവിൽ പറഞ്ഞത് ഇനി മുതൽ അങ്ങോട്ട് യൂട്യൂബ് ചാനലിൽ അത്ര ആക്റ്റീവ് ആവില്ല. ബേസിക്കലി യൂട്യൂബ് ചാനലിൽ അങ്ങേര് വീഡിയോ ഇടില്ല എന്നുള്ള സ്കീമിലാണ് കാര്യങ്ങൾ പുറത്തു വന്നത്. യൂട്യൂബ് വരുമാനം ആശ്രയിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല. ലൈവിൽ പ്രഖ്യാപനവുമായി ഫിറോസ് ചുട്ടിപ്പാറ. ഈ വരുമാനത്തെ മാത്രം ആശ്രയിച്ച് മുന്നോട്ട് പോകാനാകില്ല, യൂട്യൂബ് ചാനൽ നിർത്തുന്നു. ഓക്കെ, അപ്പോൾ കുറേ ന്യൂസുകാരൊക്കെ അതിങ്ങനെ ഏറ്റെടുത്തു. പിന്നെ ഓബിയസ്ലി അറിയാമല്ലോ, കമൻറ്റ് ബോക്സിനടിയിൽ ഫിറോസ് ഭായിയുടെ കമൻറ്റ് ബോക്സിനടിയിൽ കമൻറ്റ്സ് മോസ്റ്റ്ലി ലൈക്ക് എന്താ പറയുക, പോസിറ്റീവാണ്. ബട്ട് കുറേ ഹാഫിൽ കോപ്പിയടി എന്നുള്ള സാധനങ്ങൾ വരും. പിന്നെ ഇഞ്ചി, പച്ചമുളക്, ഇഞ്ചി പേസ്റ്റ്, വെളുത്തുള്ളി പേസ്റ്റ് അങ്ങനെ വരും. പിന്നെ പന്നി റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കമൻറ്റുകൾ വരും. സോ ബേസിക്കലി ഈ ഒരു കാര്യം ന്യൂസുകാരൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്ത സമയത്ത്, ന്യൂസിലൊക്കെ വന്ന സമയത്ത്, കാരണം കേരളത്തിലെ ടോപ്പാണ് ഫുഡ് വ്ളോഗിംഗ് എന്ന് പറയുന്നില്ല, ഫുഡ് റിലേറ്റഡ് ആയിട്ട് ഫുഡ് ഉണ്ടാക്കുന്ന കണ്ടൻറ്റിൽ ഇങ്ങേരാണ് ടോപ്പ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ വ്യക്തി ചാനൽ നിർത്തുന്നു, യൂട്യൂബ് വരുമാനം ഇനി എന്താ പറയുക ആശ്രയിക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ബേസിക്കലി ദാറ്റ്സ് എ ന്യൂസ്. ഓക്കെ, അപ്പോൾ ആദ്യം കുറച്ച് കമൻറ്റിലേക്ക് ഞാൻ പോവാം. ഇനി ചുട്ട് തിന്നാൻ രതീഷിനെ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ സർക്കാസ്റ്റിക് കമൻറ്റുകളുണ്ട്. ഇതൊരടവാണ്. കുറച്ചൊന്നും വരുമാനമല്ല ഇയാൾ യൂട്യൂബിൽ നിന്ന് കിട്ടിയത്. ഇനിയിപ്പോൾ കുറച്ചുപേർ അയ്യോ അച്ചോ പോവല്ലേ എന്ന് പറഞ്ഞ് കമൻ്റ് ഇടും. വീഡിയോകൾ കൂടുതൽ റീച്ച് കിട്ടും, കൂടുതൽ പണം കിട്ടും. ഇത് റീച്ചിന് വേണ്ടിയിട്ടുള്ള ഫിറോസ് ഭായിയുടെ ഒരു ഗിമിക്കാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ റീച്ചിന് വേണ്ടി ഇങ്ങനെ ഒരു ഗിമിക്ക് കാണിക്കുന്ന ഒരു വ്യക്തിയല്ല അദ്ദേഹം എന്നുള്ളത് പേഴ്സണലി എനിക്ക് അറിയാം. കാരണം അദ്ദേഹത്തിനോട് പേഴ്സണലി സംസാരിച്ചാലും ആ വ്യക്തിയെക്കുറിച്ച് അറിയുന്നവരാണെന്നുണ്ടെങ്കിൽ അത് പറയാൻ പാടാണ്. ഓക്കെ, റീച്ചിന് വേണ്ടി ചിലപ്പോൾ ഫുഡ് കോണ്ടൻറ്റിനകത്ത് ലാർജ് ക്വാണ്ടിറ്റി കാണിക്കും. ഒക്കെ വലിയ ക്വാണ്ടിറ്റിയിൽ ഫുഡ് ഉണ്ടാക്കും, അല്ലെങ്കിൽ നല്ല ഭീകരമായ എഫക്റ്റ് കിട്ടാൻ വേണ്ടി ഒക്കെ ബിഗ് സൈസ് ലാർജ് സ്കെയിൽ വീഡിയോസ് ഉണ്ടാക്കും എന്നല്ലാതെ എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ട് നിർത്തുന്നതെന്ന് പറഞ്ഞിട്ട് പിന്നെ റീച്ച് ഉണ്ടാക്കേണ്ട ഒരു ആവശ്യമുണ്ട് തോന്നുന്നില്ല. പണ്ട് ഫോട്ടോസ്റ്റാറ്റ് കട നടത്തിയിരുന്ന മുതലാണ്. ഓക്കെ, അപ്പോൾ ഓരോരുത്തർക്കും ഓരോ പാസ്റ്റ് ഉണ്ട്, മനസ്സിലായോ? പോകുമ്പോൾ ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ കൊണ്ടുപോകണം. ഞാൻ പറഞ്ഞില്ലേ, മനുഷ്യനെ ഒഴിച്ച് ഉള്ള ജീവികളെയെല്ലാം ചുട്ട് തിന്നു കഴിഞ്ഞു, അതോടെ കണ്ടൻറ്റും തീർന്നു. ഇനി കഞ്ചാവ് കടത്തു നല്ലത് പിങ്ങാണ്ടി സപ്പോർട്ടർ സുഡാപ്പി ആകുമ്പോൾ. ഓക്കെ, കമ്മ്യൂണിസ്റ്റുകാരനാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ഈ പിണറായി സപ്പോർട്ട്. കാരണം അങ്ങേരെ കുറച്ച് ഗവൺമെൻറ് പരിപാടികളിലെ ആളുകൾ കണ്ടിട്ടുണ്ട്, അതിന് വേണ്ടിയിട്ടാണ് ഈ ഡയലോഗ് അടിക്കുന്നത്. അരമുറി തേങ്ങ വെച്ച് ചമ്മന്തി അരയ്ക്കുന്നത് കാണിക്ക്, ഒരു കുടുംബത്തിന് അത് മതിയാകും. ചുമ്മാ ഷോ ഇറക്കി ആർക്കും പ്രയോജനമില്ലാത്ത വീഡിയോ ചെയ്തിട്ട് എന്ത് കാര്യം? ആരോ ഒരു ആനയെ മൊത്തം പുഴുങ്ങി തിന്നുമോ? മനുഷ്യർക്ക് കാഴ്ചകളല്ലാതെ യോജിക്കുന്ന വീഡിയോ കാണാൻ ഇനിയും ആളുകളുണ്ടാവും. ശരിക്കുള്ള പ്രേക്ഷകൻ എന്ന് പറഞ്ഞിട്ടൊരാൾ, അതായത് ഈ ലാർജ് സ്കെയിൽ വീഡിയോസ് ഉണ്ടാക്കുന്നതിൽ ഓൾറെഡി ഒരു വിമർശനം ഉണ്ട് കേട്ടോ അങ്ങേർക്ക്. ഞങ്ങളാരും പറഞ്ഞിട്ടില്ലല്ലോ നിന്നോട് യൂട്യൂബ് ചാനൽ തുടങ്ങി ജീവിച്ചു പിന്നെ അത് നിർത്തുമ്പോൾ ഞങ്ങളെ അറിയിക്കേണ്ട ആവശ്യമില്ല. നീ നിനക്ക് ഇഷ്ടമുള്ള പണി ചെയ്തോ, സ്വാതന്ത്ര്യം നിനക്കുണ്ട്. ഏറ്റവും ഉചിതം യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തേക്കാൾ അധ്വാനിച്ചുണ്ടാക്കി അതിൽ നിന്ന് വല്ലതും കിട്ടുന്ന വരുമാനമാണെന്ന് ഏറ്റവും നല്ലത്. ബേസിക്കലി യൂട്യൂബിൽ കിട്ടുന്ന വരുമാനം, ജോലിക്ക് പോകുന്ന വരുമാനം, ജോലി ചെയ്തിട്ടല്ല, അല്ലെങ്കിൽ വെറുതെ ഒന്നും യൂട്യൂബിൽ നിന്ന് ആരും പൈസ ഉണ്ടാക്കുന്നില്ലല്ലോ, മനസ്സിലായി? അത് വെറുതെ പൈസ ഉണ്ടാക്കാൻ പറ്റൂല. അപ്പോൾ യൂട്യൂബ് പഴയ പോളിസീസും മാറ്റി. ഇപ്പം പലരും വന്ന് പറഞ്ഞിട്ടുണ്ട് യൂട്യൂബിൽ നീ വെറുതെ, ഇപ്പം ഞാനിടുന്നാണെങ്കിലും പണിയാണ്, കുറച്ച് പരിപാടി ഉണ്ട് ഇതിനകത്ത്, കുറച്ചൊക്കെ നമ്മൾ ഇതിനെ റിസർച്ച് ചെയ്യണം, കാര്യങ്ങൾ സംസാരിക്കാൻ നമുക്ക് കൃത്യമായിട്ട് പറ്റണം, കണ്ടൻറ്റുകൾ നിങ്ങൾക്ക് കറക്റ്റ് കാണിച്ചു തരാൻ പറ്റണം. ബേസിക്കലി വി സ്പെൻഡ് ടൈം ഓൺ ദിസ്, മനസ്സിലായോ? അത് ഒരു 3 കണ്ടൻറ്റ് ഞാൻ ഒരു ചാനലിൽ ഒരു ദിവസം ഇടുന്നുണ്ടെങ്കിൽ അതിന് അത്രയും മണിക്കൂറുകൾ ഞാൻ അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഒന്ന് വെറുതെ അല്ല ബ്രോ, യൂട്യൂബിൽ നിന്നാണെന്നുണ്ടെങ്കിലും പണിയാണ്. ഓക്കെ, പോർക്കുണ്ടാക്കി നിർത്തിയാൽ പോരെ എന്ന് ചോദിച്ചു തന്തയില്ലാത്ത സംഖ്യകൾ കിടന്ന് മെഴുകുന്നുണ്ട്. കാരണം ഞാൻ പറഞ്ഞില്ല, ആ പോർക്ക് റിലേറ്റഡ് ഇനി ചുട്ട് തിന്നാനും പുഴുങ്ങാനും ഒന്നും ബാക്കിയില്ല, പന്നി ഒഴുകിയെന്നൊക്കെ പറഞ്ഞ് റീച്ച് കുറയുന്നത് തോന്നിയപ്പോഴുള്ള അടവ് അഭ്യാസം അതൊരു ന്യൂസായി സോഷ്യൽ മീഡിയയിൽ മാപ്രകളും പ്രചരിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്, ഇതാണ് ഇങ്ങനെ കണ്ടൻറ്റിൻ്റെ ഈ ഒരു ബേസിക്കലി ഈ പറഞ്ഞ് നിർത്താൻ പോകുക പറഞ്ഞ കണ്ടൻറ്റിൻ്റെ അടിയിൽ വരുന്ന കമൻറ്റുകളും കാര്യങ്ങളും. പിന്നെ ഈ സൈഡിലൊക്കെ വെച്ചിട്ടുള്ളത് മൂപ്പരുടെ ഒരു യൂട്യൂബിൻ്റെ ബേസിക് റീച്ചിൻ്റെ കാര്യങ്ങളാണ് ഞാൻ.
ഓക്കെ. റീച്ച് കുറവുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിറോസ് ഭായിയുടെ റീച്ചിന് കുറവുണ്ട്. ഓക്കെ. ഒരു വർഷം മുമ്പുണ്ടായിരുന്ന വീഡിയോയുടെ റീച്ച് അല്ല ഇപ്പോൾ ഫിറോസ് ചുട്ടിപ്പാറയുടെ ചാനലിന് കിട്ടുന്നത്. ഓക്കെ. അതൊരു ഫാക്റ്റാണ്. അതിൻ്റെ ഒരു വലിയ മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിറോസ് ചുട്ടിപ്പാറ ഉള്ള സമയത്ത് ഫിറോസ് ചുട്ടിപ്പാറ മാത്രമായിരുന്നു. ഓക്കെ. ഇത്രയും ലാർജ് സ്കെയിൽ ഉണ്ടാക്കുന്നവരില്ല. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറേ അധികം ചാനൽസ് നമ്മൾ ആക്സസ് ചെയ്തിട്ടുമില്ല മലയാളികൾ. പക്ഷേ ആഫ്റ്റർ ദിസ് കൊറോണ ചുട്ടിപ്പാറയൊക്കെ ഒന്ന് ഇങ്ങനെ എന്താ പറയുക, അതിന് മുമ്പും അത് കഴിഞ്ഞിട്ടൊക്കെ ആണെന്നുണ്ടെങ്കിലും നമ്മൾ വേറെ കുറേ ചാനലുകൾ ആക്സസ് ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് അവിടുന്ന് കോപ്പി അടിച്ച കണ്ടന്റ് ആണോ ഇങ്ങനെ ചെയ്യുന്നത് എന്നുള്ള ചോദ്യങ്ങൾ വരാൻ തുടങ്ങിയത്. പിന്നെ ഈ പറഞ്ഞ പോലെ കുറേ കോമ്പറ്റീഷൻ ഒരുപാട് ചാനലുകളായപ്പോൾ ഓബ്വിയസ്ലി വ്യൂസ് ഡൗൺ ആവും. പിന്നെ കൺസിസ്റ്റൻസി പണ്ടത്തെ പോലെ എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ അതിനിടയിൽ നാട്ടിലൊക്കെ കുറച്ചധികം കാര്യങ്ങളിൽ ഇൻവോൾവ് ആയി കുറച്ചധികം ബിസിനസ് ചെയ്തുകൊണ്ട് ഓബ്വിയസ്ലി വ്യൂസിലൊരു ചാട്ടം വരും. ഓക്കെ. അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടൊക്കെ ഞാനിവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ മൂപ്പരിട്ട ലൈവിൽ മൂപ്പര് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞേക്ക് പോവാം. ഞാൻ പറഞ്ഞല്ലോ, ഞാനിനി എന്തൊക്കെ ജോലിക്ക് പോയാലും ഞാൻ സൈഡിൽ എന്തൊക്കെ ബിസിനസ് ചെയ്താലും യൂട്യൂബ് നിർത്തിയിട്ട് ഞാൻ പോവില്ല. മനസ്സിലായോ? യൂട്യൂബ് എന്ന് പറയുമ്പോൾ എനിക്ക് ഈ വരുമാനം അല്ലെങ്കിൽ ഈ പറഞ്ഞ എൻ്റെ കണ്ടൻറ്റുകൾ അതെനിക്ക് ഭയങ്കര പേഴ്സണലാണ്, ഭയങ്കര ഫേവറേറ്റാണ്. എനിക്ക് ഈ യൂട്യൂബിൽ എൻ്റെ ചാനൽ സീക്രട്ട് ഏജൻറ്റ് എന്ന് പറഞ്ഞൊരു എൻറ്റിറ്റി തന്നെ എനിക്ക് ഈ സാധനം ലൈഫിൽ വേണം. മനസ്സിലായി? എനിക്കിത് പറയണം. എനിക്ക് എൻ്റെ കണ്ടൻറ്റുകൾ ചെയ്യാൻ ഞാൻ കൂടി സാറ്റിസ്ഫൈഡ് ആയിരുന്ന ഒരു സ്ഥലമാണിത്. ഓക്കെ. അതിൽ നിന്ന് എനിക്ക് റവന്യൂ കിട്ടുന്നു. ഇനിയിപ്പോൾ ഞാൻ വേറൊരു ബിസിനസ് ചെയ്ത് പൈസ ഉണ്ടാക്കിയാലും ദിസ് വിൽ ബി ദെയർ. മനസ്സിലായോ? ഇതിപ്പോൾ വ്യൂവർഷിപ്പ് ഇല്ലെങ്കിലും സബ്സ്ക്രൈബേഴ്സ് ഇല്ലെങ്കിലും ഒന്നുമില്ലെങ്കിലും എനിക്ക് പറയാനുള്ളത് ജനങ്ങളെ അറിയിക്കാൻ എനിക്കൊരു മാർഗ്ഗമുള്ളൂ. അപ്പോൾ ഞാനത് ചെയ്യും. ഓക്കെ. അപ്പം അത്രയും എനിക്ക് ഫേവറേറ്റ് ആണ്. നമുക്ക് എന്താ ഫിറോസ് ചുട്ടിപ്പാറ പറയുന്നത് നോക്കാം. ഞാനിപ്പോൾ നാട്ടിലല്ല, ദുബായിലാണുള്ളത്. പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ യൂട്യൂബുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് അപ്ഡേറ്റ്സുകൾ പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ലൈവ് വന്നിരിക്കുന്നത്. ഇപ്പം എല്ലാവരും ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ അല്ലേ റീൽസിലേക്കാണ് ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളാണെങ്കിൽ മെയിൻ വീഡിയോ വലിയ വീഡിയോ ചെയ്യുന്ന ആളുകളല്ലേ, വലിയ വീഡിയോ പറഞ്ഞാൽ ഐ മീൻ ലെങ്ത് വീഡിയോ ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ ഇപ്പം എല്ലാവരും റീൽസിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളൊന്ന് ചേഞ്ച് ചെയ്ത് റീൽസിലേക്ക് പോകാനാണ്. റീൽസിലേക്ക് പോകുമ്പോൾ നമുക്ക് എന്താ പറയുക, അത്ര എക്സ്പെൻസ് ആയിട്ടുള്ള സാധനങ്ങൾ ചെയ്യാൻ പറ്റില്ല. കാരണം റീൽസിൽ അത്ര വരുമാനമില്ല. യൂട്യൂബിലാണ് നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ അത്യാവശ്യം ആളുകൾ കാണുന്നുണ്ട്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഇപ്പോഴും ഉണ്ട്. തീർച്ചയായും നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് നമുക്ക് ഇനിയും വേണം അല്ലേ? അപ്പം ഞങ്ങൾ ചെറിയൊരു ചുവടുവെപ്പ് വെച്ചാലോ എന്നൊരു ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ബേസ് ചെയ്തിട്ടാണ് ഞങ്ങൾ ദുബായിലേക്ക് വന്നത്. അപ്പോൾ മൂപ്പര് ബിസിനസ് തുടങ്ങാൻ പോവാണ്. ദുബായിലാണ് മൂപ്പര് ബിസിനസ് തുടങ്ങാൻ പോകുന്നത്. ഞാൻ ബിസിനസ് തുടങ്ങാൻ വന്നതല്ല കേട്ടോ. ഞാനിവിടെ ഒരു ഇനാഗുറേഷൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. ഓക്കെ. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ എന്തായാലും ഇൻസ്റ്റാഗ്രാമിലിടാം. മൂപ്പര് പറഞ്ഞൊരു സംഗതി, മൂപ്പരുടെ വീഡിയോസ് ഞാൻ പറയട്ടെ. ഞാൻ കുറച്ച് കാലത്തുള്ള എൻ്റെ യൂട്യൂബിൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയാം. ഞാൻ ചെയ്യുന്ന വീഡിയോ പോലെയല്ല. അപ്പോൾ റിയാക്ഷൻ ചാനലിലോ ഒരു ട്രോളിലോ ഉള്ളൊരു ന്യൂസ് വാല്യൂ ഉള്ള ഒരു കണ്ടൻ്റ് അല്ല. ഇങ്ങനത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്യുവർലി റിപ്പീറ്റ് വാച്ച് വാല്യൂ ഉള്ള ഒരു സാധനമാണ്. ലൈക്ക് എവർഗ്രീൻ കണ്ടൻറ് എന്ന് ഞാൻ പറയും. കാരണം 10 വർഷം കഴിഞ്ഞാലും ചിലപ്പോൾ ചിലർക്ക് ഫിറോസ് ചുട്ടിപ്പാറയുടെ വീഡിയോ അത് കാണാൻ തോന്നും. ആ വലിയ സ്കെയിൽ, ലാർജ് സ്കെയിൽ, ആ വിഷ്വൽസ്, ആ ഒരു കോർ ഒതൻറ്റിക് സാധനമല്ലോ. കേരളത്തിൻ്റെ പാലക്കാടൻ വൈബിലിരുന്നിട്ട് വലിയൊരു പോത്തിന് മസാല തേച്ച് ഇരുന്ന് വലിയ ഫണറിലിട്ട് ചുട്ടെടുക്കുക എന്നൊക്കെ പറയുമ്പോൾ അതിങ്ങനെ ഓടും. റിപ്പീറ്റ് വാച്ച് വാല്യൂ ഉണ്ട് ആ സാധനത്തിനകത്ത്. ഓക്കെ. അതെല്ലാ കണ്ടൻറ്റും അല്ല, ബട്ട് മോസ്റ്റ് ഓഫ് ദ കണ്ടൻറ്റ്സ്. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ ലെങ്തി കണ്ടൻ്റ് ആണെങ്കിലും ഇങ്ങനത്തെ കണ്ടൻ്റ് ആണെന്നുണ്ടെങ്കിലും മൂപ്പർക്ക് ഇത് ഓടുന്ന കണ്ടൻ്റാണ്, ഓഡബിളാണ് ഈ സാധനം. ഇത് റീൽസിലേക്കോ അല്ലെങ്കിൽ ഓക്കെ സംഗതി ശരിയാണ്. യൂട്യൂബിലാണെങ്കിലും ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലാണെന്നുണ്ടെങ്കിലും ഒക്കെ ആളുകളുടെ അറ്റൻഷൻ ഒരു ചെറിയ സമയം മതി. അവർക്ക് പെട്ടെന്ന് ആ സമയത്തിനുള്ള കാര്യങ്ങൾ കിട്ടണം. ഇപ്പോൾ എന്നോട് ബേസിക്കലി എല്ലാവരും പറയുന്നത്, നീ എന്തിനാണ് റബ്ബർ ബാൻഡ് വലിച്ച് കിട്ടുന്ന ഒരു കാര്യങ്ങൾ നീട്ടിപ്പോകുന്നത്, അല്ലെങ്കിൽ നീ എന്തിനാണ് ഇത്ര സമയം എടുത്ത് 30-40 മിനിറ്റിൻ്റെയൊക്കെ വീഡിയോ ഇടണമെന്ന് വെച്ചിട്ടുണ്ട്. ചില ടോപ്പിക്കിൽ എനിക്ക് സംസാരിക്കുമ്പോൾ എനിക്ക് നിങ്ങളെ പറഞ്ഞ് അത് നിങ്ങൾക്ക് ഓക്കെ ഇതാണ് ഞാൻ പറയുന്നതെന്നുള്ളത് നിങ്ങളിലേക്ക് എത്തിക്കണമെങ്കിൽ എനിക്ക് കുറേ സംസാരിക്കണം. എൻ്റെ പോയിൻറ്റ്സ് വയ്ക്കാൻ എനിക്ക് കുറേ സമയം വരും. ഇപ്പം ഞാൻ പറഞ്ഞ ബേസിക്കലി കുറേ സമയം എടുത്ത് ഒരു കാര്യം മനസ്സിലാക്കാൻ താല്പര്യമുള്ള ആളുകളുണ്ട്. കുറേ സമയം എടുത്തൊരു വീഡിയോ കാണാൻ ആളുകളുണ്ട്. എനിക്ക് ആ ഓഡിയൻസിനെയാണ് ഞാൻ ടാർഗറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാനത് ചെയ്യുന്നു. എൻ്റെ കംഫർട്ട് സോൺ ഇതാണ്. ഞാൻ ഈ കംഫർട്ട് സോൺ പൊളിച്ചിട്ട് ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി, ഞാൻ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും റീൽസ് ഇടുമ്പോൾ ഞാൻ എനിക്ക് പറ്റുന്ന രീതിയിൽ ആ ഒരു 2 മിനിറ്റ് കൊണ്ട് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ പോകും. അല്ലാത്ത ടോപ്പിക്സിലൊന്നും ഞാൻ അങ്ങനെ ഇൻസ്റ്റയിൽ ഇപ്പോൾ കുറേ ആയിട്ട് ഞാൻ റീൽസ് ഞാൻ ഇടാറില്ല. കാരണം കുറേ പറയാനുണ്ടാവും എനിക്ക്. അതേപോലെ തന്നെ ഫിറോസ് ഭായിക്ക് ഇനി പെട്ടെന്ന് ഈ ഫുഡിൻ്റെ സാധനങ്ങൾ എടുത്തിട്ട് ഇപ്പോൾ 20 മിനിറ്റ് റീൽസ് ഉണ്ട് കേട്ടോ മറ്റേ ഇൻസ്റ്റാഗ്രാമിനകത്ത്. അപ്പോൾ ഷോർട്സിക്കും റീൽസിക്കും വരുമ്പോൾ ഒരു 2-3 മിനിറ്റ് കൊണ്ട് എനിക്ക് തോന്നുന്നില്ല അത്ര പോസിബിൾ അല്ല. ഫുഡിൻ്റെ അങ്ങേരുണ്ടാക്കുന്ന സ്കെയിലുള്ള ഫുഡ് വീഡിയോസ് കൊണ്ടുവന്നിട്ട് 2-3 മിനിറ്റിൽ ചെയ്യുന്നത് കാണിച്ച ആളുകൾ കൺവിൻസ് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല ബേസിക്കലി. ഓക്കെ. അതിന് വേറൊരു ഓഡിയൻസ് ഉണ്ട്. ആ ഓഡിയൻസ് ഇഷ്ടപ്പെട്ടിട്ടാണ് ഫിറോസ് ഭായിനെ ഫോളോ ചെയ്തത്.
മനസ്സിലായോ? അത്രയും ലെങ്ത്തിൽ തന്നെ കാണാൻ അവർക്ക് താല്പര്യമുണ്ട്. ഇപ്പോൾ ഫിറോസ് ഭായിൻ്റെ വീഡിയോ ഇട്ടിട്ട് വീട്ടിലിരുന്നിട്ട് ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരുണ്ട്. പുറത്ത് എബ്രോഡ് ഫിറോസ് ഭായിൻ്റെ വീഡിയോ കണ്ടിട്ട് ബ്രെഡ് മൈനസ് മുക്കി തിന്നുന്ന ആൾക്കാരുണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞു കുറേ മുമ്പ് ഉണ്ട്, അങ്ങനെ ഉണ്ട്, സിനിമയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനത്തെയൊക്കെ സാധനങ്ങൾ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് ബേസിക്കലി എനിക്ക് തോന്നുന്നത് അങ്ങേർക്ക് ബിസിനസ്സിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യണം. അപ്പോൾ വലിയ വീഡിയോ ചെയ്ത് കുറേ സമയം എടുത്ത് മണിക്കൂറുകളും ദിവസങ്ങളും എടുത്ത് കുറേ സെറ്റപ്പ് ഉണ്ടാക്കി വീഡിയോ ചെയ്യാനുള്ളൊരു സമയം അത് വേണ്ട. ഇതാണല്ലോ ഷോർട്സും റീൽസും ഒക്കെ ആണല്ലോ. അപ്പോൾ അതിലേക്ക് ഒന്ന് മാറുമ്പോൾ മൂപ്പർക്ക് അവിടെ ടൈം കിട്ടും. അതിൻ്റെ ഒരു കോൺസെപ്റ്റിൽ മാറിയതാന്ന് തോന്നുന്നു. ഫുഡ് മേഖല ഞാൻ നോക്കുന്നുണ്ട്, നല്ല ഭക്ഷണം കൊടുക്കാൻ വേണ്ടി. എനിക്കിപ്പോഴും ഒരു തൃപ്തിയല്ല. ഞാൻ ഇത് ഫുഡ് ചെയ്താൽ, അല്ലെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റ് വെച്ച് ചെയ്താൽ എത്രത്തോളം അത് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നുള്ളൂ. കാരണം ജനങ്ങൾ അത്രയും വൃത്തിക്ക് ചെയ്യണം. ഒന്ന്, മായമില്ലാത്ത ഭക്ഷണം കൊടുക്കണം. രണ്ടാമത്തെ, ആളുകളുടെ ആരോഗ്യത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാകാത്ത ഭക്ഷണം കൊടുക്കണം. നല്ല വൃത്തി ഉണ്ടാകണം, നീറ്റായാലും ക്വാളിറ്റി ഉണ്ടാകണം. ഇതൊക്കെ ഒരു അതാണ്. പിന്നെ ഫുഡ് ഫീൽഡിലേക്ക് നമ്മൾ ഇറങ്ങി കഴിഞ്ഞാലുള്ള കുഴപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മറ്റേ സമയം വളരെ ഇമ്പോർട്ടന്റ്. രാവിലെ നേരത്തെ ഉണരണം, എണീക്കണം. ഫുഡ് ഫീൽഡിൽ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. നല്ല റിസ്ക് ആണ്. നല്ല റിസ്ക്കാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു ബിസിനസ് നമുക്ക് മുന്നോട്ട് പോകണ്ടേ, നമുക്ക് ജീവിതം. അതാണ് ഇപ്പൊ പ്ലാൻ, മുന്നോട്ടുള്ള കുറെ കാലം ഞാൻ പലതും ചെയ്യണം ഇരിക്കണം. അപ്പൊ നമ്മൾ ഒന്നിനും ചെറിയ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കണം. അതായത് ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യാനുള്ള ഒരു പരിപാടിയാണ് ഞാൻ നോക്കുന്നത്. ഒരു ബ്രാൻഡായിട്ട്, അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടും നല്ല ബ്രാൻഡായിട്ടും ഉള്ള എല്ലാവർക്കും ഉപകാരപ്പെടുന്ന പോലെ. അതിപ്പോ തുണിയാണെങ്കിലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഐറ്റംസ് ആണെങ്കിലും എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റണം. ഒന്ന്, പിന്നെ അഫോർഡബിൾ ആയിരിക്കണം, ക്വാളിറ്റിയും കൊടുക്കണം. ഇതൊക്കെ കീപ്പ് ചെയ്യലാണ് നമ്മുടെ പണി. ഹോട്ടലൊക്കെ തുടങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിറോസ് ഭായിക്ക് അതൊരു തലവേദനയാവും. കാരണം ഇപ്പോൾ ഇക്കുബായി കുഴിമന്തി യാദിലിൻ്റെ ഓട്ടം ഞാൻ കാണുന്നതാണ്. അതിൻ്റെ ഒരു ഡെഡിക്കേഷൻ എത്രത്തോളം വേണം. ഹോട്ടലിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ യാദിലൊക്കെ പറഞ്ഞിട്ട് എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ മാത്രമല്ല, ഇത്ര കാലം നീ ഫുഡ് ഉണ്ടാക്കിയിട്ട് എന്താ ടേസ്റ്റ് എന്ന് പറഞ്ഞിരുന്ന സംഗതി ഇതാണ് നിൻ്റെ ഹോട്ടലിലെ ഫുഡ് എന്ന് വെച്ചിട്ട് കുറേ ക്രിറ്റിസിസം വരും. ബെറ്റർ ഫിറോസ് ചുട്ടിപ്പാറ എന്ന് പറഞ്ഞ വ്യക്തി ഫുഡ് റിലേറ്റഡ് ആയിട്ട് ഒരു സാധനവും തുടങ്ങാതിരിക്കുകയാണ് നല്ലത്. ഓക്കെ, അപ്പോൾ മൂപ്പര് പറഞ്ഞൊരു സംഗതി ബ്രാൻഡ് സെറ്റപ്പ് എല്ലാവർക്കും വാങ്ങാൻ പറ്റുന്ന പരിപാടി എന്നൊക്കെ പറയുമ്പോൾ ബേസിക്കലി ക്ലോത്ത്സ് ആയിരിക്കണം. ഓക്കെ, അത് നാട്ടിൽ തുടങ്ങുന്നതിനേക്കാൾ ഇവിടെ തുടങ്ങുക, അതായത് ദുബായിൽ വന്ന് തുടങ്ങുക എന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് അതിൻ്റെ ഇപ്പം ഇനി എന്താ പറയുക, ഫിറോസ് ഭായ് എന്ന് പറഞ്ഞ വ്യക്തി നല്ല റിസർച്ച് നടത്തുന്ന ഒരാളാണെന്ന് എനിക്കറിയാം. എല്ലാ കാര്യത്തിനും അങ്ങനെ കറക്റ്റ് സ്റ്റഡി ചെയ്ത് റിസർച്ച് നടത്തും. ചുമ്മാ പോയിട്ട് ചാടിക്കറി ഇങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് നാട്ടിൽ ചെയ്യാതെ ഇവിടെ ചെയ്യും. ഇവിടെ ഹെവി ഇൻവെസ്റ്റ്മെൻറ്റ് വേണം. നല്ല പൈസ ഇല്ലാതെ ഇവിടെ ഒരു പരിപാടിയാണ്. ചായക്കട തുടങ്ങണമെങ്കിൽ തന്നെ ഇവിടെ നല്ല പൈസ വേണം. നാട്ടിലാണെങ്കിൽ നമുക്ക് അതിൻ്റെ അത്ര ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമില്ല. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു കോൺസെൻട്രേറ്റഡ് ക്രൗഡിന് മാത്രം. ഇപ്പോൾ മലയാളികൾക്കാണെങ്കിൽ അങ്ങനത്തെ ഒരു ഷോപ്പ്, എല്ലാവരും സാറ്റിസ്ഫൈ ചെയ്യുന്നൊരു ഷോപ്പ് എന്ന് പറയുമ്പോൾ ഡ്രസ് ഷോപ്പേ ഉണ്ടാവുള്ളൂ ഇവിടെ. അല്ലാത്ത പക്ഷം ഇവിടെ എല്ലാത്തിനും ഓരോ, കാരണം ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ആളുകളും വൈബുമാണ് ഇവിടെ. നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ പിന്നെ അതും ഇല്ല. നല്ലതാണെന്ന് കണ്ടാൽ എല്ലാവരും പോയി വാങ്ങും. ഓക്കെ, അപ്പോൾ മൂപ്പര് എനിക്ക് ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ വേറെ ഏതെങ്കിലും മേഖലയ്ക്ക് ആക്കിയാൽ നല്ലത്. ഫുഡ് തുടങ്ങി കഴിഞ്ഞാൽ അത് വേറെ വള്ളിയായിരിക്കും അങ്ങേർക്ക്. തീർച്ചയായിട്ടും ഫിറോസ് പറഞ്ഞു വരുന്നത്, ഇപ്പോൾ യൂട്യൂബിൽ നിന്ന് നമുക്ക് വരുമാനം ഉണ്ടാക്കണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ബിസിനസ്സൊക്കെ സ്വിച്ച് ചെയ്യാനുള്ള തീരുമാനം അതല്ല. ഇപ്പൊ ആളുകൾ പൊതുവെ സമയം കുറവാണ് ആളുകൾക്കെല്ലാം. നമ്മളിപ്പോ വീഡിയോ കാണാൻ ആളുകൾ കൊണ്ടേ, അപ്പൊ റീൽസിലാണ് എല്ലാവരും ഇതാണത്. പിന്നെ അതുപോലെ തന്നെ ഫേസ്ബുക്ക് വീഡിയോസിലൊക്കെയാണ് ആളുകൾ ഇതാവണത്. ഫേസ്ബുക്കിലേക്കാണ് കൂടുതൽ ആളുകൾ സമയം കളയുന്നത്. അപ്പോൾ അവര് അതാണെങ്കിൽ ഷോർട്ട് ആയിട്ടുള്ള കാര്യങ്ങൾക്കാണ് കൂടുതൽ ഇൻട്രസ്റ്റ് എന്നുള്ളതാണ് ഇപ്പൊ തോന്നുന്നത്. നമ്മളിപ്പോ 8 മിനിറ്റും 10 മിനിറ്റൊക്കെ വീഡിയോ ആണ്. പിന്നെ ചില വ്ളോഗുകളൊക്കെ 1 മണിക്കൂറൊക്കെ ചെയ്യേണ്ട ആളുകൾ, നമുക്കത് വ്ളോഗ് ചെയ്ത് ശീലമില്ല. നമ്മൾ എന്തെങ്കിലും പടക്കം പൊട്ടിക്കലോ പരിപാടി രസകരമായിട്ട് പോണതാണ്. വീട് പണി എന്തായെന്നൊക്കെ ചോദിക്കുന്നത്. വീട് പണി അപ്ഡേറ്റ് ഞാൻ പറയാം. എനിക്ക് തോന്നുന്നില്ല, ഞാനും ഇപ്പോഴും ഫിറോസ് ഖാൻ്റെ വീഡിയോസ് വന്നു കഴിഞ്ഞാൽ ഞാൻ കംപ്ലീറ്റ് ഇരുന്ന് കാണും. ഉണ്ടാക്കുന്ന ഒരു സംഗതി എന്തെങ്കിലും സാധനം റിപ്പീറ്റ് ചെയ്ത് വന്നാൽ മാത്രമേ നമ്മൾ കാണാത്തുള്ളൂ. ഒരേ കൈൻഡ് ഓഫ് വേ ഓഫ് കുക്കിംഗ് പറഞ്ഞ സാധനങ്ങളൊക്കെ വന്നാലേ കാണാത്തുള്ളൂ. അല്ലാത്ത പക്ഷേ എല്ലാം ഓൾമോസ്റ്റ് ഇരുന്ന് കാണാറുണ്ട്. എനിക്ക് തോന്നുന്നു എല്ലാ മലയാളികളെ കണ്ടുകൊണ്ടാണ് ഫിറോസ് ഖാക്ക് ഇത്രത്തോളം സപ്പോർട്ടും കിട്ടിയത്. ഓക്കെ, നമ്മളുടെ ഒരു സാധനത്തേക്ക് നമ്മൾ കൊടുക്കുന്ന അറ്റൻഷൻ കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ സിനിമകളാണെന്നുണ്ടെങ്കിലും ലെങ്തി സിനിമകളാകുമ്പോൾ നമ്മൾ പറയാറുണ്ട് വലിയ ലാഗായി, കുറച്ച് ചെറുതാക്കണം എന്നൊക്കെ ആണ്. ബേസിക്കലി അതുണ്ട്. റീൽസും ഷോർട്സൊക്കെ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. ആളുകൾക്ക് ഒരു സംഗതി, ഒരു കോണ്ടന്റിലേക്കുള്ള അറ്റൻഷൻ, അത് ഷോർട്ട് ക്രിസ്പായിട്ട് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. പക്ഷേ ഫുഡ് വ്ളോഗ് എന്ന് പറഞ്ഞാൽ ഫുഡ് വീഡിയോസ് ഫിറോസ് ചുട്ടിപ്പാറ ഉണ്ടാക്കുന്ന പോലത്തെ സാധനങ്ങൾ ഷോർട്ട് ക്രിസ്പായി കഴിഞ്ഞാൽ ഐ ഡോണ്ട് നോ അതത്ര കൺവിൻസിങ് ആവുമോ എനിക്കറിയില്ല. പിന്നെ ഇങ്ങനെ പറയുന്ന അത് എനിക്കത്ര വർക്കല്ല. ഓക്കെ, എനിക്കത്ര വർക്കല്ല. ബേസിക്കലി ബിസിനസ് തുടങ്ങാനാണെങ്കിൽ ദാറ്റ്സ് ഫൈൻ.
ഒരാളുടെ താല്പര്യമാണ് ബിസിനസ് തുടങ്ങണോ വേണ്ടതെന്നുള്ളത്. പക്ഷേ ആ കണ്ടന്റ് അങ്ങനെ തന്നെ ഇരിക്കുന്നതാണ് അതിൻ്റെ ഒരു ഒതൻറ്റിക് ഫീൽ കിട്ടുന്നത്. 10-15 മിനിറ്റ് ആ വലിയ സൈസിൽ അതിങ്ങനെ ഉണ്ടാക്കി അതെല്ലാവരെയും കാണിച്ച്. ഇപ്പം നമ്മളെ തമിഴിലുണ്ടല്ലോ വില്ലേജ് ഫുഡ്, അതെന്തോ ഒരു ചാനലില്ലേ, വാങ്ങോ എല്ലാവരും വെൽക്കം. അവരൊന്നും അവരുടെ ബേസിക് സാധനത്തിൽ നിന്ന് മാറുന്നില്ല, മനസ്സിലായോ? ബേസിക് സാധനത്തിൽ ഇപ്പോഴും അവർ അവിടെ തന്നെയാണ്, അവർക്ക് വ്യൂവർഷിപ്പും ഉണ്ട്. ഇപ്പോൾ ഇറ്റ്സ് അപ് ടു ഫിറോസ് ഭായ്. ഞാൻ പറഞ്ഞ എനിക്കതൊരു സംഗതിയായിട്ട് തോന്നിയില്ല, മനസ്സിലായില്ലേ? ഷോർട്സോ റീൽസോ ഇട്ടതുകൊണ്ടൊരു ഭയങ്കര ആളുകളുടെ കുത്തൊഴുക്ക്. എങ്ങനെയാണോ ഫിറോസ് ഭായിനെ കണ്ടത് അതുപോലെ കാണാനായിരിക്കും ഇനി മലയാളികൾക്ക് താല്പര്യം കണ്ടത്. ഇപ്പൊ ചെലവ് ഭയങ്കര ചെലവല്ലേ? നമ്മള് യൂട്യൂബിൽ നമ്മൾ ഇപ്പൊ നിൽക്കാൻ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നല്ല ചെലവാക്കിയിട്ടാണ് യൂട്യൂബിൽ ഇപ്പൊ ആരോ കമന്റിട്ടില്ലേ കോടികൾ ഉണ്ട് എന്നുള്ളത്. നമ്മളെ കിട്ടുന്നതിൽ ഏകദേശം ചെലവാക്കുന്നുണ്ട്. ശരിക്കും അതല്ലേ അത് ഫിറോസ്ക പിന്നെ ജനങ്ങളോട് ചർച്ച ചെയ്യായിട്ടാണ്. ഇപ്പൊ എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്, നിങ്ങൾ ഓരോ വീഡിയോന്റെ റിസ്ക് ഞാൻ കാണുന്നതാണ്. ചില വീഡിയോസ് ഒക്കെ മാസങ്ങളോളം ഷൂട്ട് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ ഉണ്ട്. നമ്മള് സാധാരണ ഓർഫണേജിലൊക്കെ പോകണം. അപ്പൊ നമ്മൾ നമ്മൾ യൂട്യൂബില് ഇനി വീഡിയോ ചെയ്യുമ്പോ മാസത്തിൽ ഒന്നൊക്കെ ചെയ്യുമ്പോൾ ഒരു ദിവസം നമുക്ക് സെലക്ട് ചെയ്തിട്ട് കുറച്ച് ആളുകളെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് പിന്നെന്താ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ വെറുത്ത് ഓടിക്കളയും. കാരണം എന്താ പറയുക, നമ്മളത് രാവിലെ തുടങ്ങിയാൽ ചിലപ്പോൾ വൈകുന്നേരം ആവും തീരുമ്പോൾ ഷൂട്ട് തീരുമ്പോൾ എന്ത് ചെറിയ പരിപാടിയാണ് വൈകുന്നേരം വരെ നമ്മള് പണിയെടുത്താലേ തീരുള്ളൂ. പക്ഷെ നിങ്ങളപ്പോ ഭക്ഷണം കഴിക്കാല്ലേ ഒരുപാട് ആൾക്കാർക്ക് ആഗ്രഹം. ഇതിപ്പോ നമ്മൾ റെക്കോർഡ് ബേസിലെത്തിയ സാധനങ്ങളാണ് ചെയ്യാൻ പറ്റുന്നത്. നല്ല അടിപൊളി സാധനങ്ങളൊക്കെ നമ്മൾ ഫുള്ള് ചെയ്ത് ഏകദേശം തീർത്ത് നമ്മൾ 1000-400 വീഡിയോ നമ്മൾ ഫുഡുമായി ബന്ധപ്പെട്ട്. ഫിറോസ് ഭായിയുടെ ആ ഒരു എഫേർട്ട് വീണ്ടും ഞാൻ പറയുന്നു, ആ വലിയ പുട്ടൊക്കെ ഉണ്ടാക്കിയില്ലേ, അതൊക്കെ വേൾഡ് റെക്കോർഡ് ആയിട്ടാണ് തോന്നുന്നത് എനിക്ക്. അപ്പോൾ ഇങ്ങനെ കുറേ അങ്ങനത്തെ വലിയ വലിയ ഐറ്റം ഒക്കെ ഉണ്ടായി, വലുതാക്കിയിട്ട് വലിയ സ്കെയിലിൽ നമുക്ക് ഉണ്ടാക്കി കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ എനിക്കൊന്ന് മൂപ്പരികയും മടുത്തു പോയി തോന്നുന്നുണ്ട്. പിന്നെ കണ്ടന്റിൻ്റെ ഒരു ഇതുണ്ട്, ഈ വലുത് ഇനി എത്ര ഉണ്ടാക്കും, ഒരേ സാധനങ്ങൾ തന്നെയല്ലേ. പിന്നെ ദിനോസറിനെയോ മനുഷ്യനെയോ പിടിച്ചിട്ട് ചൂടാൻ പറ്റില്ലല്ലോ. സോ അങ്ങനത്തെ സീനുകളൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് തോന്നുന്നു മൂപ്പര് കുറച്ചുകൂടി ഒരു ഒതൻറ്റിക് ആയിട്ട് കുറച്ച് നേരത്തെ ആരോ കമൻറ്റ് ഇട്ട പോലെ കുറച്ച് ചെറിയ ചെറിയ ഡിഷുകളൊക്കെ ഉണ്ടാക്കി അങ്ങനത്തെ സാധനങ്ങളൊക്കെ അത് ഷോർട്ട് ആൻഡ് ക്രിസ്പായിട്ട് മേ ബി അതായിരിക്കും മൂപ്പര് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരു ചിക്കൻ കറി, ചെറിയ ചിക്കൻ കറി ഒരു ക്വാണ്ടിറ്റി, അങ്ങനത്തെ ചെറിയ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ഇനി ചെയ്യാനാണെങ്കിൽ മൂപ്പര് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് തോന്നുന്നു. ഈ ലാർജ് സ്കെയിൽ വിട്ടിട്ട്, കാരണം അത് ഭയങ്കര പൈസ ചിലവുണ്ട്. അങ്ങനെ പറഞ്ഞു വൻ പൈസ ചിലവാണെന്നുള്ളത് കണ്ടാൽ തന്നെ അറിയാം നമുക്ക് നല്ല പൈസ ചിലവ്. ഞാൻ അവിടെ പോയിട്ട് ആ ചീരേൻ്റെ സീനിൽ പോയ സമയത്ത് രതീഷ് അവിടെ ഇരുന്ന് മൂപ്പര് അങ്ങനെ എല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഇവരൊന്നും പുറത്തുനിന്ന് ഉണ്ടാക്കുന്നതോ വാങ്ങുന്നതോ അല്ല ഈ സെറ്റപ്പ് മൊത്തം കംപ്ലീറ്റ് അവരവിടെ ഇട്ട് ഉണ്ടാക്കുന്നതാണ്. അവരവിടെ ഇട്ട് ഉണ്ടാക്കി ആഴ്ചകളും ദിവസങ്ങളും എടുത്ത് സെറ്റപ്പാക്കി അതിലേക്ക് വന്ന് ഫുഡിൻ്റെ സാധനവും വീഡിയോ എടുത്ത് അപ്പോൾ അതിൻ്റെ ഒരു റവന്യൂ വരുന്നുണ്ട്. ആ റവന്യൂവിൻ്റെ അത്രയും അവരവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, തിരിച്ചിട്ട് അവരുടെ ആ ബ്ലോഗിക്ക് തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ബിസിനസ് എന്ന് പറഞ്ഞത് എല്ലാവർക്കും, ഇപ്പോൾ എനിക്കും ബിസിനസ് തുടങ്ങാൻ താല്പര്യമുണ്ട്. ബട്ട് തുടങ്ങിയാൽ ഇത് നിർത്തി പോകുന്നുള്ളത് ഞാൻ പറയില്ല. എനിക്ക് അവിടെയാണ് ഫിറോസ് ഭായി അത് പറഞ്ഞില്ല. അത് ഇനി മൂപ്പര് ഇട്ടപ്പോഴും പറഞ്ഞപ്പോഴും അത് മാറിപ്പോയതാണോ എന്ന് എനിക്കറിയില്ല. നിർത്തി പോവുക എന്നുള്ളത് അത്ര, കാരണം ബിസിനസ്സിനും കോർ എന്താ, നമ്മളൊരു ബിസിനസ് തുടങ്ങിയാലും നമുക്ക് കോറായിട്ട് ആരാ വേണ്ടേ, നമ്മുടെ ഓഡിയൻസിന് നമുക്ക് ആവശ്യമാണ്. ഇപ്പോൾ ഞാനൊരു ബിസിനസ് തുടങ്ങിയാലും എനിക്ക് നിങ്ങളടുത്ത് വന്നേ പറയാൻ പറ്റുള്ളൂ, ഐ ഹാവ് സ്റ്റാർട്ടഡ് എ ബിസിനസ്, നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം. അതായത് ഞാൻ ഇതെല്ലാം സോഷ്യൽ മീഡിയ നിർത്തി ബിസിനസ്സിന് പോയി കഴിഞ്ഞാലും ചിലപ്പോൾ ഒരു കുറച്ച് ദിവസം എൻ്റെ മുഖം ഫെയിമായിട്ട് നിൽക്കും, കാരണം ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇല്ല. എന്നാലും ചെയ്ത് വെച്ചതിന് എനിക്കൊരു ഫെയിം ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ആളുകൾ ക്രൗഡ് വരും. ഒരു 6 മാസം കഴിഞ്ഞ് എന്നെ മറക്കും, ബിക്കോസ് വേറൊരാൾ ആ സ്ഥാനത്തേക്ക് വരും. ഇപ്പോൾ ഫിറോസ് ഭായി ഇത് നിർത്തിപ്പോയാൽ വേറൊരു ചാനലിലേക്ക് ട്രാക്ഷൻ പോയിട്ട് അവിടെ കയറും, ഒരു 6 മാസം കൊണ്ട് ആ ഫെയിം പോകും. സോ നിർത്തിപ്പോകുന്നത് കംപ്ലീറ്റ്ലി നിർത്തിപ്പോകുന്ന ഒരു ബുദ്ധിയല്ല, മനസ്സിലായോ? അതൊരു ബുദ്ധിയല്ല. പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞ വേൾഡ് റെക്കോർഡ് ഐറ്റങ്ങൾ വലുത് ആൾക്കാരൊക്കെ ചെയ്യാനുള്ള പ്ലാനാണെങ്കിൽ വൺസ് ഇൻ എ വൈൽ ചെയ്യാം. ബട്ട് സ്റ്റിൽ ഞാൻ പറഞ്ഞല്ലോ, ബിസിനസ് കോൺസെൻട്രേറ്റ് ചെയ്യുക, ഈക്വലി നമുക്ക് സോഷ്യൽ മീഡിയയും കൊണ്ടുപോയി പോകാൻ പറ്റിയ അത് ബെറ്ററാണ്. ഒന്ന് വെറുതെ എന്തെങ്കിലും വീണ്ടും നമ്മൾ കാണിക്കേണ്ടെന്നൊരു ഇതും കൂടി ഉണ്ട് കേട്ടോ. അതൊക്കെയാണ് നമ്മൾ യൂട്യൂബിൽ നിന്ന് പതുക്കെ ഒന്ന് മാറി ബിസിനസ്സിലേക്ക് പോകാനുള്ള ഒരു ചിന്താഗതി നമുക്കുണ്ടായത്. പിന്നെ ഫുള്ള് ബിസിനസ് തുടങ്ങിയപ്പോൾ നമ്മളെ കാണാതിരിക്കില്ല കേട്ടോ, നിങ്ങൾ ഫുൾ ടൈം ഉണ്ടാവും. ഇത് ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ കൂടിയായിരിക്കും നിങ്ങളെ കാണുക എപ്പോഴും. ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കിലെ റീൽസും യൂട്യൂബിൽ റീൽസും എല്ലാം ഉപയോഗിക്കും. നമ്മൾ യൂട്യൂബിൽ കുക്കിംഗ് ആണ് കുറയ്ക്കാനുള്ളൊരു പരിശ്രമം നടത്തുന്നത്, കാരണം സമയം വളരെ പരിമിതികളാണ്. അപ്പോൾ ആഴ്ചക്ക് ഇപ്പൊ നമ്മൾ തുടരുന്നത് ഇപ്പൊ തുടരും. ഇപ്പൊ നിങ്ങൾ വെയിറ്റ് ചെയ്യണം കേട്ടോ. നമ്മൾ UAE ഒരു അടിപൊളി സംഭവം ഉണ്ട്, നമ്മുടെ വലിയൊരു സംഭവം ഉണ്ട്. ഒരു അടിപൊളി പരിപാടി നമ്മൾ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്, കുക്കിംഗ് തന്നെ. ഇനി അങ്ങോട്ടുള്ള യൂട്യൂബ് വീഡിയോസ് ഒക്കെ നമുക്ക് വരുമാന മാർഗത്തിലുപരി നമ്മുടെ ഓഡിയൻസിന് കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പം നമ്മൾ വീഡിയോ ചെയ്യാം. തീർച്ചയായിട്ടും അത് വരുമാനം കുറച്ച് സമയം കിട്ടും. എന്തായാലും ഇപ്പൊ ബിസിനസ് ഉടനെ തുടങ്ങാൻ പറ്റില്ല, പക്ഷെ പ്ലാനൊക്കെ ആയിട്ടുണ്ട്.
ഒരു ഒരു 1-2 മാസത്തിനകത്ത് അതെ അതെ നമുക്ക് ശരിക്കും പ്രൗഢി നമ്മുടെ നാടാണ്. അല്ലേ? സത്യം, ഞങ്ങൾ ഇന്നലെ മണിക്കൂറോളം ഇതിനെ പറ്റി ചർച്ച ചെയ്തതാ. നമ്മുടെ നാടും നമ്മൾ പൈസ ഇവിടെ ശരിക്കും നല്ല പൈസ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ ഇവിടെ ഒരു ചെറിയൊരു ചായക്കട പോലും തുടങ്ങാം. നാട് സ്വർഗ്ഗമാണ്, സ്വർഗം. അത് ശരിക്കും ഇന്നലെ ഇത്രയും കൂടി നമ്മുടെ നാടിനോട് സ്നേഹം കൂടി. അത് കൂടും. ദുബായിൽ വന്നിട്ട് ഒരു ബിസിനസ് തുടങ്ങണമെന്ന ആഗ്രഹം കൊണ്ട് ബിസിനസ് ക്ലിക്കായി കഴിഞ്ഞാൽ പിന്നെ നാട് കണ്ടില്ല. തുടങ്ങാൻ ആഗ്രഹം വരുമ്പോൾ നാടിനോട് എന്താണെങ്കിലും നമുക്കൊരു ഇഷ്ടം കൂടുതൽ വരും. പിന്നെ നാട്ടിൽ ബിസിനസ് ചെയ്ത് ക്ലിക്കായുള്ള ഒരു രാജാവ് ഫീലിംഗ് നമുക്ക് ഇവിടെ കിട്ടില്ല. എൻഡ് ഓഫ് ദ ഡേ നമ്മളെ നാടല്ല. പക്ഷേ പൈസ ഇറ്റ്സ് അനദർ മാറ്റർ. പക്ഷെ ഞാൻ പറയുമ്പോൾ എന്താ പറയുക, എനിക്ക് ഇപ്പോൾ ഫിറോസ് ഭായ് ഇവിടെ ഉണ്ട്, കാണാൻ പറ്റുമോ നോക്കണം ഒരു വഴിക്ക്. ഞാൻ ഫൽബ്രൂവിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്താണെങ്കിലും എനിക്ക് ഇങ്ങനെ കംപ്ലീറ്റ്ലി നിർത്തി പോകുമെന്ന് പറയുമ്പോൾ ഒരു സങ്കടം. ഇങ്ങനെ എന്ത് പരിപാടിയുടെ കാണുന്നത്. കാരണം നമ്മളൊക്കെ വീഡിയോ ചെയ്ത് തുടങ്ങുമ്പോൾ അതിന് മുമ്പൊക്കെ ഇവരുടെയൊക്കെ വീഡിയോ ഒക്കെ കണ്ടിട്ട് മനസ്സിലായി ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞിട്ട് മൂപ്പരുടെ വരും. അപ്പോൾ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് പറയാം. എൻ്റെ ലൈഫിൽ ഇപ്പോൾ ക്രിക്കറ്റൊക്കെ കളിച്ച് സെറ്റിലാവണം, ഇന്ത്യക്ക് കളിക്കണം എന്നൊക്കെയായിരുന്നു ആഗ്രഹം. പോട്ടെ. അപ്പോൾ അതിന് പൈസയൊക്കെ കിട്ടും. പ്രൊഫഷണൽ ക്രിക്കറ്റും പിന്നെ കോർപ്പറേറ്റ് ക്രിക്കറ്റൊക്കെ കളിച്ച സമയത്തൊക്കെ പൈസയൊക്കെ കിട്ടിയിട്ടുണ്ട്. ജീവിതം സെറ്റിൽ ഡൗൺ ആവാനുള്ള പൈസ ഒന്നുമില്ല. പിന്നെ പഠിച്ച ഐറ്റംസ് വെച്ചിട്ട് പണിക്ക് പോകാൻ എനിക്ക് താല്പര്യമില്ല. ഓക്കെ, വായ നോക്കി പരിപാടിയാണത്. അതുകൊണ്ട് അതിന് പോയിട്ട് ക്ലിക്കാവാമെന്ന് എനിക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് കൊറോണ സമയത്ത് ഞാൻ ഈ ടിക്ടോക്ക്, ഇൻസ്റ്റാഗ്രാം, പിന്നെ യൂട്യൂബ് എന്ന് പറഞ്ഞ പരിപാടി തുടങ്ങുന്നത്. ഇപ്പോൾ സത്യം പറയാലോ, നല്ല ബാങ്ക് ബാലൻസ് ഉണ്ട്, അത്യാവശ്യം നന്നായിട്ട് ജീവിക്കാൻ പറ്റുന്നുണ്ട്, ചുറ്റുമുള്ളവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുന്നുണ്ട്. നാളെ ഒരാൾ സഹായത്തിന് വന്നു കഴിഞ്ഞാൽ ജെന്യുവിൻ ആണെന്നുണ്ടെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞ് വിടേണ്ട ഒരു അവസ്ഥയില്ല. ഇനിയും മുന്നോട്ട് എനിക്ക് ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഒരുപാട് എൻ്റെ ലൈഫും ചുറ്റുപാടുള്ള ലൈഫും ഒക്കെ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നുള്ളൊരു ഉറപ്പ് എനിക്കുണ്ട്. ഇപ്പോൾ പോളിസി മാറി എന്നൊക്കെ പലരും പറയുന്നുണ്ട്. എൻഡ് ഓഫ് ദ ഡേ ഞാൻ ഒരു ഫെയർ യൂസ് ലൈനിൽ വീഡിയോ ചെയ്യുന്ന ഒരാളാണ്. എൻ്റെ കണ്ടൻറ്റിൻ്റെ 40 മിനിറ്റ് വീഡിയോ ആണെന്നുണ്ടെങ്കിൽ 30 മിനിറ്റും ഞാനാണ്, 10 മിനിറ്റ് മാത്രമേ വേറെ കണ്ടൻറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് എനിക്ക് യൂട്യൂബ് പോളിസി ഇപ്പോഴും ഞാൻ അണ്ടർ യൂട്യൂബ് പോളിസിയാണ് എല്ലാ വീഡിയോസും ചെയ്യുന്നത്. സോ ഐ എം സേഫ്. മാത്രമല്ല ഞാൻ എവിടെയും നിങ്ങളോട് ഷെയർ ചെയ്യാൻ, ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും പറയാത്തിടത്തോളം കാലം എന്നെ ഇഷ്ടപ്പെടുന്നവരും എന്നെ വിമർശിക്കുന്നവർക്കൊക്കെ ഇവിടെ കയറി വരാം. മനസ്സിലായോ? ആർക്കും വേണേ വരാം. ആരും വന്നില്ല ചുറ്റും എനിക്ക് പരിഭവമില്ല, പ്രശ്നങ്ങളില്ല, ഒന്നുമില്ല. ഫൈൻ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ വീഡിയോ ചെയ്യുന്നത് എനിക്ക് വരുമാനം ഉണ്ടാക്കാനും പ്ലസ് എൻ്റെ സമാധാനവും എൻ്റെ സന്തോഷം. എനിക്ക് പീസ് ഓഫ് മൈൻഡാണ് ഒരു ടോപ്പിക്കിൽ സംസാരിച്ചത്. എനിക്കിത് പറയണം 10 പേരോട്. പിന്നെ അതിന് കിട്ടുന്ന വരുമാനം ഞാൻ ആരും ഡിസ്കറേജ് ചെയ്യില്ല. ഞാൻ ആരോടും പറയില്ല യൂട്യൂബ്. ഇപ്പോൾ ഫിറോസ് ഭായി യൂട്യൂബ് തുടങ്ങി വരുമാനം കിട്ടി ഈ നിലയ്ക്ക് എത്തിയത് കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഒരു ബിസിനസ്സിലേക്ക് തന്നെ പോകാൻ പറ്റിയത്. ബിക്കോസ് ആ ബിസിനസ്സിനുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് അദ്ദേഹത്തിന് കിട്ടിയത് എവിടെ നിന്നാണ്? ഫ്രം യൂട്യൂബിൽ ഇത്രയും വർഷം കൊണ്ട് ഉണ്ടാക്കിയ പൈസ ആവുമല്ലോ അങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്. ആ ഒരു കോർ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് അങ്ങനെയല്ലേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. സോ ഞാൻ പറയുന്നത് ഫോണിൽ എല്ലാവരും തുടങ്ങുക. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള ടാലൻറ്റ് നിങ്ങൾ ഷോക്കേസ് ചെയ്യുക. ഞാൻ പറഞ്ഞല്ലോ, എന്നെപ്പോഴും ഒരു ടാലൻറ്റും ഇല്ലാത്തവന് നാക്ക് തന്നെ ടാലൻറ്റ് വെച്ച അടി. നിങ്ങളെ അഭിപ്രായങ്ങൾ പറഞ്ഞോ. ഞാൻ തന്നെ എത്ര വീഡിയോസ് ഇരുന്ന് കാണുന്നുണ്ട്. എത്ര ഇഷ്ടം പോലെ നമുക്ക് കാണാൻ വ്യൂവർഷിപ്പ് ഉണ്ട്. യൂട്യൂബ് പൈസ തരാൻ റെഡിയാണ്, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് പൈസ തരാൻ റെഡിയാണ്. എനിവൺ ക്യാൻ ബി എ കോണ്ടന്റ് ക്രിയേറ്റർ ഓർ ഇൻഫ്ലുവൻസർ. മനസ്സിലായോ? ഇൻഫ്ലുവൻസർ എന്ന് ഞാൻ പറയും. ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീനാണ്. ഇൻഫ്ലുവൻസർ ഇപ്പോൾ ഞാൻ തന്നെ പിന്നെ പറയുമ്പോൾ പറഞ്ഞിട്ട് പോകുന്നല്ലാതെ നമ്മളൊരാളിൽ ഇൻഫ്ലുവൻസ് ആവണോ വേണ്ടെന്നുള്ളത് നമ്മുടെ ഇഷ്ടമാണ്. റിയൽ ആൻഡ് റിയാലിറ്റി മനസ്സിലാക്കുക, എന്നിട്ട് മാത്രം ഇൻഫ്ലുവൻസ് ആവുക. പിന്നെ പറയുമ്പോൾ ഇൻഫ്ലുവൻസർ, കോണ്ടന്റ് ക്രിയേറ്റർ എന്ന് പറയും. കമ്മ്യൂണിറ്റി ഉണ്ടാക്കിയപ്പോൾ നമ്മൾ കേരള ഇൻഫ്ലുവൻസർ കമ്മ്യൂണിറ്റി എന്നാണ് ഉണ്ടാക്കിയത്. പിന്നെ അങ്ങനെയാണ്. ഓക്കെ, അത് പ്രേക്ഷകർ അപ് ടു വ്യൂവേഴ്സാണ്. എന്താണെങ്കിലും ഫിറോസ് ചുട്ടിപ്പാറ, ഫിറോസ് ഭായ് കംപ്ലീറ്റ്ലി നിർത്തി പോവുകയാണെന്നുണ്ടെങ്കിൽ വളരെ സങ്കടമായിരിക്കും. ഓക്കെ, സോ പുതിയ ബിസിനസ്സൊക്കെ അങ്ങനെ അടിപൊളിയാവട്ടെ. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിലിട്ട്